Hello, Assalamualaikum. Welcome back to Cuisine Lab. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത റെസിപ്പിയാണ്, എന്നാലും അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 വലിയ ബീട്രൂട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് കുക്കറിൽ വെള്ളവും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഭാഗത്തുള്ള വീഡിയോ മിസ്സായി പോയി, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇനി അരച്ചെടുത്ത ആ ബീട്രൂട്ട് ചട്ടിയിലോട്ട് മാറ്റാണ്. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിലോട്ടുള്ള അരപ്പാണ്. അപ്പോൾ ഇതൊന്ന് വെള്ളമൊന്ന് വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 4 അല്ലി ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്. ഞാനിവിടെ ചെറിയ മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു 8-10 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കടുകും കറിവേപ്പിലയും 1 കപ്പ് തേങ്ങ ചിരകിയതുമാണ് എടുക്കുന്നത്. കടുകൊക്കെ ചേർക്കുമ്പോൾ അതുപോലെ തന്നെ ജീരകമൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടിക്ക്. ഈ ഒരു ഗ്ലാസ് അളവിന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായി ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അത് ഞാൻ ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം. ബീട്രൂട്ട് വേവിച്ചെടുത്ത സമയത്ത് മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് തൈരാണ്. ഇവിടെ ഈ ഒരു 2 വലിയ ബീട്രൂട്ടിൻ്റെ അളവിന് ഞാൻ 1 കപ്പ് തൈരും കൂടെ തന്നെ 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ബീട്രൂട്ടിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൂടുതൽ സമയം ചൂടാക്കരുത്. തിള പൊട്ടുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്ത് വെക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 2 ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല കളറൊക്കെയാണ്, നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.